ഹായ്, എല്ലാവരും ഇപ്പോൾ നീറ്റ് എക്സാമിനും JDയും എൻട്രൻസ് എക്സാംസിലും പ്രിപ്പറേഷനിലായിരിക്കും. ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആവാതെ അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതാതെ MBBSന് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് രണ്ടായിട്ട് എടുക്കാം. നീറ്റ് എക്സാം എഴുതാതെ നമുക്ക് ഇന്ത്യയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ, അതുപോലെ എബ്രോഡ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളതായിട്ട്. നീറ്റ് എക്സാം എന്നുള്ളത് ഇന്ത്യയിൽ MBBS അഡ്മിഷൻ എടുക്കാനുള്ള ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു എക്സാമാണ്. അതിൽ ക്വാളിഫൈഡ് ആയാൽ മാത്രം പോരാ, നല്ല സ്കോർ വേണം. അതിൻ്റെ റാങ്ക് ബേസിലാണ് ഇന്ത്യയിൽ MBBS സീറ്റ്സിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. അത് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ആയാൽ പോലും നീറ്റ് ക്വാളിഫൈഡ് ആവണം. ഓൾമോസ്റ്റ് 300 എബോവ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് മാനേജ്മെൻറ്റ് സീറ്റിൽ പോലും നിങ്ങൾക്ക് MBBSന് സീറ്റ് ലഭിക്കുന്നത്. എബ്രോഡിൻ്റെ കേസ് ആണെങ്കിൽ നീറ്റ് എക്സാം എഴുതാതെ തന്നെ നിങ്ങൾക്ക് എബ്രോഡ് MBBSന് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ചില കൺട്രീസ് ഇന്ത്യൻ സ്റ്റുഡൻസിന് നീറ്റിൻ്റെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നീറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് എബ്രോഡ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് വെച്ചാൽ നീറ്റ് ഇല്ലാതെ നിങ്ങൾ എബ്രോഡ് MBBS അഡ്മിഷൻ എടുക്കുന്നതാണെങ്കിൽ ഒരിക്കലും തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. കാരണം NMCയുടെ റൂൾ പ്രകാരം ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് വിദേശത്ത് പോയിട്ട് 6 വർഷത്തെ MBBS പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് ആയേ പറ്റുള്ളൂ. എന്നാൽ എബ്രോഡ് നിങ്ങൾ MBBSന് അഡ്മിഷൻ എടുത്ത് MBBS ക്വാളിഫൈഡ് ചെയ്തതിന് ശേഷം അവിടെ വർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് അവിടുത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസ് അല്ലെങ്കിൽ അവിടുത്തെ ലൈസൻസ് എക്സാം എഴുതി പ്ലാബ് USMLE പോലത്തെ എക്സാംസ് എഴുതി നിങ്ങൾ അവിടെ ക്വാളിഫൈ ചെയ്തിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇവിടുത്തെ നീറ്റ് എക്സാം പോലും ക്വാളിഫൈഡ് ആവാതെ നിങ്ങൾ എബ്രോഡ് MBBS ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് അവിടുത്തെ USMLE പ്ലാബ് പോലത്തെ എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം അത്രയ്ക്ക് ടൈറ്റായിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് അവിടെ വരുന്നത്. സോ പ്രോപ്പറായിട്ട് ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. ഇപ്പം നമ്മുടെ ഫെബ്രുവരി മാർച്ച് ടൈമിലാകുമ്പോൾ നമ്മൾ നീറ്റിൻ്റെ എക്സാംസ്, അതായത് 2025 നീറ്റ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നീറ്റിൻ്റെ ക്വാളിഫയിങ് സ്കോർ മതിയാവും നിങ്ങൾക്ക് എബ്രോഡ് പോയിട്ട് MBBS പഠിക്കുക. അപ്പോൾ ഇനി ഒട്ടും ടൈം കളയാനില്ല. നിങ്ങൾ നീറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഓവറോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നീറ്റ് എക്സാം എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം, നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. ഇതിൻ്റെ ക്വാളിഫയിങ് സ്കോറാണ് നിങ്ങളുടെ MBBSൻ്റെ ഡ്രീംസിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്. അപ്പോൾ ഇനി ഒട്ടും ടൈമില്ല, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് നീറ്റ് എക്സാംസ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ വിദേശ MBBS പഠനം, അതുകൂടാതെ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. എല്ലാ വീഡിയോസും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.